ചോദിച്ചാലും അത് തന്നെയാണ് ഉടമ്പടിയുടെ ഉത്തരം. എന്തിനാണ് ഉടമ്പടി, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജപ്തി നടപടി മാറാനാണെന്ന് പറയരുത്. അത് ഈ എന്താണ് പറയണത്, അത് പൊകിട് മനുഷ്യർ അങ്ങനെ പറയത്തുള്ളൂ. സ്ഥലം വിൽക്കാനാണ്, മകളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞേക്കരുത്. അത് ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ഫോർ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്ന്. എന്തിനാണ്? ദൈവവുമായിട്ട് ആഴമായ ആത്മബന്ധത്തിന്. ഒന്ന് പറഞ്ഞേ, ഉടമ്പടി എന്തിനാണ്? ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിന്. ഇതാണ് സംഭവം, ഉടമ്പടി ആത്മബന്ധത്തിന്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടി PR കിട്ടാനും അതുപോലെ തന്നെ വിസ പ്രോസസ്സിനുമല്ല. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു ആത്മബന്ധത്തിലായാൽ അതൊന്നും പ്രശ്നമേ അല്ലാതെ വരും. കാര്യം എന്താണ്? അതൊക്കെ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറും. ഇപ്പോഴെന്താ പ്രശ്നത്തിൽ നിങ്ങൾ ഉടമ്പടി ചെയ്ത പല പ്രശ്നങ്ങളും ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. ദൈവം അത് ദൈവത്തിൻ്റെ പ്രശ്നമായിട്ട് ഏറ്റെടുത്തില്ല. ഇതൊരു അപകടമാണ് മക്കളെ, വളരെ അപകടമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടും പല ഉടമ്പടി വിഷയങ്ങളും നമ്മുടെ വിഷയങ്ങളാണ് ഇപ്പോഴും. അതൊന്നും ദൈവത്തിൻ്റെ വിഷയങ്ങളല്ലാതെ ഇരിക്കണം. ഇപ്പോഴും ദൈവം അത് ഏറ്റെടുത്തിട്ടില്ല, ദൈവത്തിൻ്റെ വിഷയങ്ങളല്ല. അത് നിങ്ങളൊന്ന് ധ്യാനിക്കണം, നല്ലതാണ്. എൻ്റെ വിഷയം എൻ്റേതായിട്ട് തന്നെ ഇരിക്കുകയാണോ, ദൈവം അത് ഏറ്റെടുത്തോ? പല വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിട്ടില്ല. ഒന്നാമത്തേലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഞാൻ ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടി പോകും, 2ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ മില്ലിൽ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സഞ്ചിയും ഗോതമ്പും കൊണ്ടുപോയി മില്ലിൽ വെക്കുമ്പോൾ മില്ലുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് സഞ്ചിയുടെ അടുത്ത് കൈയിട്ട് പരതും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ്? അതിൻ്റെ അകത്ത് വല്ല കല്ലും ഉണ്ടോ, കഷണങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ബാധിക്കും അത്. അപ്പോൾ അതെല്ലാം പുള്ളി നോക്കിയിട്ട് ഇട പേറ്റിയിട്ടാണ് കൊണ്ടുവന്നിരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണ് അമ്മച്ച് പേറ്റിയതാണല്ലോ ഇത്, തിരിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. കാര്യം എന്താണ്? ഇതിനകത്ത് കല്ലും കട്ടയും വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിയുടെ തരിഞ്ഞ് ചേർന്നതിനല്ല, എഞ്ചിനത് കേടാണ്, മറ്റ് ഗോതമ്പുകൾ കഷ്ണം തിരിഞ്ഞ് താവല് പോലെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെക്കുമ്പോഴും കല്ലും കട്ടയും നോക്കണം. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്. ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുമ്പോൾ തന്നെ വെച്ചില്ലേ കുഴപ്പമില്ല, നിയോഗങ്ങൾ വെച്ചില്ലെങ്കിൽ ആ മാന്യമായ കൃത്യമായ നിയോഗമാണ് വെച്ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കല്ലും കട്ടയും വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പുതുക്കാൻ തന്നെ ആൾക്കാർ നേരത്തെ കല്ലും കട്ടയും ഉണ്ടെങ്കിൽ അറിയാതെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തിരിയാണ്. അവിടെ ആ വെപ്രാളത്തിനും ആക്രാന്തത്തിനും വായിത്തോന്നി എല്ലാം എഴുതി വെക്കില്ല, വായിത്തോന്നി എല്ലാം എഴുതി വെക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടോ? അതാണ് വിഷയം. സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അനിയൻ്റെ ഭാര്യയാണ്, ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുകയാണ്. ചേട്ടനും ഭാര്യയും മക്കളില്ലാതെ നിൽക്കുകയാണ്, അവർക്ക് മക്കളില്ല.